നിങ്ങളൊരു അടിപൊളി കപ്പിളാണ്, നിങ്ങൾ കുറേ ട്രിപ്സൊക്കെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ട്, നിങ്ങൾ ഭയങ്കര ബെസ്റ്റ് ഫ്രണ്ട്സിനെ പോലെയാണ്. പക്ഷേ നിങ്ങൾക്കിടയിൽ സെക്സ് എന്ന് പറയുന്ന സാധനമില്ല. മാരീഡായിട്ട് ഒത്തിരി വർഷമായി, പക്ഷേ വൺസ് ഇൻ 4 to 6 months ആണ് നിങ്ങൾ സെക്ഷലി ഇൻ്ററാക്ട് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഫുള്ള് കേട്ട് നോക്കുക. എന്തുകൊണ്ടാണ് സെക്സ്ലെസ് മാരേജ് സംഭവിക്കുന്നത്, അത് റിലേഷൻഷിപ്സിനെ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നത്, എന്ത് ചെയ്യാൻ പറ്റും ഇതിനൊന്ന് സോൾവ് ചെയ്യാൻ വേണ്ടി, അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ നിവ ജേക്കബ്, സൈക്യാട്രിസ്റ്റ് ആണ്. ഞാൻ ബാംഗ്ലൂരിൽ ഒരു സെക്ഷൽ ഹെൽത്ത് എക്സ്പേർട്ടായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ ഡെയിലി നമ്മൾ കപ്പിൾസിനെ കാണാറുണ്ട്, ഒത്തിരി കപ്പിൾസിനെ കാണാറുണ്ട്. ആൻഡ് ഡെയിലി അറ്റ്ലീസ്റ്റ് വൺ കപ്പിൾ വുഡ് കം സേയിങ് അബൌട്ട് ദിസ്, ഒരു സെക്സ് ഇല്ല എന്ന രീതിയിൽ. അത് ആണുങ്ങളുടെ പ്രശ്നം, പെണ്ണുങ്ങളുടെ പ്രശ്നം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. രണ്ടിടത്തും പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പോൾ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. കാര്യം ഇത് വളരെ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് ആക്ച്വലി. പക്ഷേ നമ്മളിത് പുറത്ത് പറയത്തില്ല. കാര്യം നമുക്കൊരു നാണക്കേട് വിചാരിച്ചിട്ടായിരിക്കാം, അല്ലെങ്കിൽ ഇത് പറഞ്ഞാൽ ബാക്കിയുള്ളവർ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കും എന്നുള്ളൊരു തോട്ട് കൊണ്ടായിരിക്കാം. സോ ആ ഒരു ഷെയിം കാരണം പുറത്ത് പറയാത്ത ഒത്തിരി പേരുണ്ട്. പുതിയൊരു കാര്യമൊന്നും അല്ല കേട്ടോ, ഇത് പണ്ടോട്ടേ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ പണ്ടൊക്കെ ഈ ജോയിൻറ്റ് ഫാമിലീസിലൊക്കെ നോക്കുവാണെങ്കിൽ ഭാര്യ ഭർത്താവ് ഒരാൾ അമ്മയുടെ കൂടെ കിടക്കുന്നു, അല്ലെങ്കിൽ നാത്തൂൻ്റെ കൂടെ കിടക്കുന്നു, അങ്ങനെയൊക്കെ മാറി മാറി കിടക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്ന ഒരാൾ അപ്പോൾ ഒരു വല്ലപ്പോഴും മാത്രം വരുന്നു, കാണുന്നു, പോകുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ്. അല്ലാന്നുണ്ടെങ്കിൽ പ്രായമായി കഴിയുമ്പോഴേക്കും രണ്ടുപേരും 2 ബെഡ്റൂംസിൽ കിടക്കുന്നു, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻസ് നമ്മൾ കാണാറുണ്ട് അല്ലേ. അതൊക്കെ ഇതിൻ്റെ തന്നെ വേറൊരു ഫോമാണെന്നേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ ഒരു കപ്പിൾസിൻ്റെ ഇടയ്ക്ക് ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഇന്നത്തേതെന്ന് ഞാൻ പറയുമ്പോൾ ഒരു 20s കപ്പിൾസും വരും, 40s കപ്പിൾസും വരും, 50s കപ്പിൾസും ഒക്കെ വരും കേട്ടോ. അല്ലാതെ യങ് ജനറേഷൻ എന്ന് മാത്രം ഉദ്ദേശിക്കുന്നില്ല. സോ പല റീസൺസ് ഉണ്ടാവാറുണ്ട്. മോസ്റ്റ് ഓഫ് ദ ടൈം കണ്ടിട്ടുള്ളത് സ്ട്രെസ്സാണ്. അപ്പോൾ അതായത് രണ്ടുപേരും വർക്കിംഗ് ആയിരിക്കും. അപ്പോൾ രണ്ടുപേർക്കും ഒരു ടൈമില്ല ഇതിനു വേണ്ടി കൊടുക്കാൻ വേണ്ടി. അപ്പോൾ അമ്മ ജോലി ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ആദ്യം പ്രയോറിറ്റി കൊടുക്കുന്ന കുഞ്ഞിനെ നോക്കാനും വീട്ടിലെ ജോലിക്കും കാര്യങ്ങൾക്കായിരിക്കും. അപ്പോൾ ഇത് ചെയ്യാൻ താല്പര്യമില്ല, സമയമില്ല, എക്സോസ്റ്റഡ് ആണ്. ഹസ്ബൻഡ് ആണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്തിട്ട് വരുവാണ്, അപ്പോൾ ഇതിന് ചെയ്യാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ കൂടുതലായിട്ടും വർക്കഹോളിക് ആയിട്ടുള്ള ആൾക്കാർ ഇതിന് ടൈം കൊടുക്കാനില്ല എന്ന് പറയും. അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ പുറത്ത് പോകുന്നത് പ്രിഫർ ചെയ്യുന്നു. പക്ഷേ ഇതിന് എനിക്ക് വയ്യ, കാര്യം ഇമോഷണലി നമ്മൾ ചിലപ്പോൾ കൊടുക്കേണ്ടി വരും അല്ലേ. അപ്പോൾ അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത് കാരണം ആ ഒരു സ്ട്രെസ്സ് കാരണവും എക്സോഷൻ കാരണവും ചെയ്യാൻ താല്പര്യപ്പെടാതെ, അതായത് ഏറ്റവും ഈസി ആയിട്ട് പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇതായിരിക്കും. അപ്പോൾ അതിങ്ങനെ മാറ്റിവെച്ച് ഒരിക്കലും നടക്കാത്ത രീതിയിൽ പോകാറുണ്ട്. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു കാര്യം ഇപ്പോൾ മെഡിക്കൽ ഇഷ്യൂസ് അല്ലെങ്കിൽ ഹോർമോണൽ ഇഷ്യൂസ്, ഇപ്പോൾ തൈറോയിഡ്, ഡയബറ്റിസ്, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ PCOD ഒക്കെ കാരണം ഹോർമോണൽ വേരിയേഷൻസ് ഒക്കെ കാരണം വരാറുള്ളത്. അപ്പോൾ അതിനൊക്കെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ശരിയാവുന്നതേ ഉള്ളൂ. ഡിപ്രഷനൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ മെഡിസിൻസ് എടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് ആയിട്ട് ഡിസയറൊക്കെ കുറച്ച് കുറയാറുണ്ട്. അപ്പോൾ അതിന് മെഡിസിൻ്റെ മോളിക്യൂൾ ചേഞ്ച് ചെയ്യുക, അത് നിങ്ങളുടെ ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഒരു സൈക്കാട്രിസ്റ്റ് എന്ന നിലയ്ക്ക് നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരാറുള്ളത് ഒരു ഇമോഷണൽ ഡിസ്റ്റൻസ് ഇവർ തമ്മിൽ വരുമ്പോഴാണ്. കാര്യം കുറേ വഴക്കുകൾ ഉണ്ടാകാം, ദേഷ്യം ഉണ്ടാകാം, അത് റിസെൻമെൻ്റ് ആയിട്ട് ഇങ്ങനെ വെച്ചിരുന്നിട്ട് അത് കാരണം ഇവർക്ക് സെക്ഷലി ഇൻവോൾവ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കുറേ കൾച്ചറൽ ഫാക്ടേഴ്സ്, റിലീജിയസ് ഫാക്ടേഴ്സ്, കുറേ പേര് കല്യാണം കഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയായിരിക്കും. അപ്പോൾ ഈ കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ തീർന്നു, ഇത്രയേ ഉള്ളൂ എന്ന രീതിയിൽ വിടുന്നവർ, ഒത്തിരി റിലീജിയസ് ആയിട്ടുള്ള ആൾക്കാർ ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്യത്തൊന്നുമില്ല. അപ്പോൾ അവർക്ക് ഇതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. അത് പ്രോക്രിയേഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ വേറെ ബെനിഫിറ്റ്സ് ഒന്നും അറിയാതെ അതിനെക്കുറിച്ച് ഡീപ്പായിട്ട് എക്സ്പ്ലോർ ചെയ്യാത്ത കാരണം ഇതൊരു പെയിൻഫുൾ അല്ലെങ്കിൽ ഒരു വളരെ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാധനമായിട്ടിരിക്കും. അപ്പോൾ അവർ ഇത് അവോയ്ഡ് ചെയ്യും. കാര്യം കുഞ്ഞായല്ലോ, ഇനിയിപ്പം മതി, ഇനി വേണ്ട എന്ന് വിചാരിച്ചിട്ട് അവരൊന്നും കിസ് ചെയ്യുക പോലും ഇല്ല. അപ്പോൾ അതങ്ങനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്ത് അങ്ങനെ വിട്ട് കളയുന്ന ഒരു സീനും കാണാറുണ്ട്. പിന്നെ വന്നിട്ടുള്ളതാണ് ഈ മാസ്റ്റർബേഷൻ, പോൺ അഡിക്ഷൻ, അല്ലെങ്കിൽ എക്സസീവായിട്ട് പോണൊക്കെ കാണുമ്പോൾ എന്താ പറ്റുകയെന്ന് വെച്ചാൽ നമ്മൾ അതിൽ ഭയങ്കര അടിപൊളിയായിട്ടായിരിക്കും സംഭവങ്ങൾ കാണിക്കുന്നത്. റിയൽ ലൈഫിൽ അതേപോലെ ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു മിസ്മാച്ച് വരും. അപ്പോൾ നമുക്ക് ആ ഒരു അറൗസലും ആ ഒരു ഡിസയറും ഒക്കെ വ്യത്യാസം വരും. അത് കാരണം ഈ റിയാലിറ്റിയിലുള്ള സെക്സ് അവോയ്ഡ് ചെയ്യുന്നവരുണ്ട്. കാര്യം അത് അത്രയും ഇൻട്രസ്റ്റിംഗ് അല്ല എന്ന് തോന്നുന്നവരുണ്ട്. സോ അതും ഇതിനൊരു കാരണമായിട്ട് കാണാറുള്ളതാണ്. അതിനും ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കാറുണ്ട്, തെറപ്പിയൊക്കെ കൊടുക്കാറുണ്ട്. ഇതേപോലെ തന്നെ സ്പിരിച്വൽ കാര്യങ്ങളുണ്ട്. കാര്യം ഭയങ്കര സ്പിരിച്വൽ ആയിട്ടുള്ള ആൾക്കാർ ഇതിനെ ഒരു പാവമായിട്ട് കാണുന്നവരുണ്ട്. പിന്നെ ഒരു പുതുമയില്ല, കുറേ വർഷമായി സെയിം സംഭവങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ ചിലപ്പോൾ ഇതിനിടയ്ക്ക് ഇൻഫിഡിലിറ്റി ഉണ്ടാവാം, വേറെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അപ്പോൾ
പ്രൈമറി റിലേഷൻഷിപ്പിനെ അവോയ്ഡ് ചെയ്യുന്ന സിറ്റുവേഷൻസ് കാണാറുണ്ട്. ചില ആളുകൾക്ക് പാസ്റ്റ് ട്രോമകൾ കാണാറുണ്ട്. അതായത് കുഞ്ഞിലെ ഉണ്ടായിട്ടുള്ള അബ്യൂസ് കാര്യങ്ങളൊക്കെ കാരണം സെക്സിനോട് നമുക്കൊരു ഇൻട്രസ്റ്റ് ഇല്ല, ഐ മീൻ എൻജോയ് ചെയ്യുന്നില്ല. അതൊക്കെ ആ തെറപ്പിയിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ മാരേജസ് ലൈക്ക് ഡെഡ്, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് താമസിക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ സെക്സിന് ഒട്ടും ഇമ്പോർട്ടൻസ് ഇല്ല, അങ്ങനെ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പവർ ഡൈനാമിക്സ് ഉണ്ടാകും. അപ്പോൾ ഹസ്ബൻഡിനാണോ വൈഫിനാണോ കൂടുതൽ പവർ, അവർ ഇനീഷ്യേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അത് കാരണം മറ്റേ ആൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ കുറേ സിറ്റുവേഷൻസ് ഉണ്ടാവാറുണ്ട്. പിന്നെ ലാക്ക് ഓഫ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന കമ്മ്യൂണിക്കേഷൻ സ്കിൽസും ഇതിനെക്കുറിച്ചൊരു അറിവും ഇല്ലാത്തത് കാരണം ഇത് ചെയ്യാത്ത ആളുകൾ ഒത്തിരിയാണ്. പിന്നെ നമുക്ക് ഇറക്ഷൻ പ്രോബ്ലംസ്, പ്രിമച്യൂർ ജാക്കുലേഷൻ, ഇതൊക്കെ കാരണം ചെയ്താൽ പെർഫോം ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റേ ആൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഫീൽ ആവും എന്നുള്ളത് കാരണം, പിന്നെ ഇതിൻ്റെയൊക്കെ ഗിൽറ്റും ഒരു ഷെയിമും കാരണം ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് പോലും എടുക്കത്തില്ല. അപ്പോൾ അത് കാരണം അവർ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതും ചെയ്യാറുണ്ട് കുറേ പേര്. പിന്നെ ഏറ്റവും പ്രോബ്ലമാറ്റിക് ആയിട്ട് കാണുന്നത് കുറേ ആളുകൾ ചിലപ്പോൾ ഓറിയൻറ്റേഷൻ അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റി ഹൈഡ് ചെയ്യും, അല്ലെങ്കിൽ അറിയത്തുണ്ടാവില്ല. അപ്പോൾ അതായത് ചില ആളുകൾ അസെക്ഷൽ ആയിരിക്കാം, അപ്പോൾ സെക്സിനോട് തീരെ താല്പര്യമില്ല, പക്ഷേ മറ്റേ ആൾക്ക് ആഗ്രഹമുണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ചൊന്ന് ഇവാലുവേറ്റ് ചെയ്യാനോ പോലും ഒരു ഹെൽപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ സമ്മതിക്കില്ല. അങ്ങനെയുള്ള ആളുകളുണ്ട്. അപ്പോൾ ഐഡൻറ്റിറ്റി ചേഞ്ച് ചെയ്യാനൊന്നും പറ്റില്ല, ഓറിയൻറ്റേഷൻ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലീസ്റ്റ് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് അവെയർ ആയിട്ടിരിക്കുവാണെങ്കിൽ നമുക്ക് വേറൊരാളുടെ കൂടെ ആ ഒരു റിലേഷൻഷിപ്പിൽ ഇത് പേടിച്ചിട്ടായിരിക്കും, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് പേടിച്ചായിരിക്കും കല്യാണം കഴിക്കുന്നത്. ചിലപ്പോൾ അത് കഴിഞ്ഞിട്ട് മറ്റേ ആൾക്ക് അതൊരു പ്രശ്നമാകാൻ പാടില്ല. സോ അത് കാരണം അതൊക്കെയും കൂടെ ഇവാലുവേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ചില ആളുകൾ എന്നോട് ചോദിക്കാറുണ്ട്, ഡോക്ടർ സെക്സ് ആണോ എല്ലാം, ഇയാൾക്ക് എപ്പോൾ നോക്കിയാലും ഇത് തന്നെയാണ്. ചില ആളുകൾ ഷെയിം ചെയ്യും മറ്റേ ആളെ. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് എത്ര ഫ്രീക്വൻസിയാണ് വേണ്ടത്? എനിക്ക് ആഴ്ചയിൽ ഒരിക്കലോ അല്ലെങ്കിൽ മാസത്തിൽ 1-2 തവണയെങ്കിലാണ് ഞാൻ ചോദിക്കുന്നതെന്ന് പറയും. അപ്പോൾ അത് ഭയങ്കര കൂടുതലാണെന്ന് പറഞ്ഞ് ഷെയിം ചെയ്യുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ഭയങ്കര അഡിക്റ്റഡ് ആണ് ഇതിലൂടെ എന്ന രീതിയിലൊക്കെ പറയുന്ന മറ്റേ പാർട്ട്ണർ ഉണ്ടാവും. അപ്പോൾ സെക്സ് എല്ലാമല്ല, സെക്സ് ഇല്ലയെന്നുണ്ടെങ്കിലും ജീവിച്ചു പോകാം, പക്ഷേ ഒരു പാർട്ട്ണർഷിപ്പാണ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 2 പേരുടെയും ഡിസയറും 2 പേരുടെയും നീഡ്സും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ്. അതിൻ്റെ ഒരു മിഡിൽ ഗ്രൗണ്ട് എത്താൻ നോക്കുക. സോ നമ്മൾ ഇൻ്റലക്ച്വൽ ഇൻറ്റിമസി, ഇമോഷണൽ ഇൻറ്റിമസി പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് സെക്ഷൽ ഇൻറ്റിമസി. അല്ലെങ്കിൽ പിന്നെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒരുമിച്ച് ഒരു റൂംമേറ്റ്സ് ആയിട്ട് ഒരു വീടെടുത്ത് താമസിക്കുന്ന പോലെ ഉള്ളൂ. അതിനാണെങ്കിൽ ഇങ്ങനെ ഒരു കൂരയ്ക്കടിയിൽ ഐ മീൻ ഒരുമിച്ച് ഇങ്ങനെ താമസിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോഴാണ് കുറേ പേര് ചിലപ്പോൾ വേറെ ഒരു അഫെയറിലോട്ട് പോവുക, അല്ലാന്നുണ്ടെങ്കിൽ കമ്മ്യൂണിക്കേഷൻ കുറഞ്ഞു വരിക, റിസെൻമെൻ്റ് ആകുക, ദേഷ്യമാകുക, ഫ്രസ്ട്രേഷൻ ആയിട്ടൊക്കെ അത് പുറത്തോട്ട് വരിക. ചില ആളുകൾ വേറെ ഹാബിറ്റ്സിലോട്ടൊക്കെ പോകും. കാര്യം അവർ പറയും, എനിക്ക് വീട്ടിൽ ചെന്നാൽ ഇത് തോന്നും, അത് കാരണം അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും സബ്സ്റ്റൻസ് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും പോയിട്ടൊക്കെ വരുന്നു, ഞാൻ കൂടുതൽ സമയം ജോലിയിൽ സ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ പോകുന്നു, ഞാൻ ഇൻ്ററാക്ട് ചെയ്യുന്നില്ല എന്നൊക്കെ പറയുന്ന ആൾക്കാരാണ്. ചില ആളുകൾക്ക് വന്നിട്ട് ഇത് കാരണം അവർ വിചാരിക്കും ഞാനിപ്പോൾ ഡിസൈറബിൾ അല്ല, എനിക്ക് ആ ഒരു സെൽഫ് എസ്റ്റീം ഇഷ്യൂസ് വരാൻ തുടങ്ങും, അല്ലെങ്കിൽ എൻ്റെ ശരീരം ചേഞ്ച് ചെയ്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ എന്നെ കാണാത്ര കൊള്ളാത്തത് കൊണ്ടാണോ എന്ന രീതിയിൽ കുറേ ചോദ്യങ്ങളൊക്കെ വരും. ഒരു റിലേഷൻഷിപ്പിലായിട്ടിരിക്കുമ്പോഴും നമ്മുടെ പാർട്ട്ണർ നമ്മളെ ഇഗ്നോർ ചെയ്യുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു ലോൺലിനെസ് ഫീൽ ചെയ്യും അല്ലേ. അതായത് നമ്മൾ ഒരുമിച്ചായിട്ടും ഒറ്റയ്ക്കായിട്ടുള്ള ഒരു ഫീൽ. കാര്യം ചില ആളുകൾ ഭയങ്കരമായിട്ട് ക്രേവ് ചെയ്യും ആ ഒരു ഫിസിക്കൽ ഇൻറ്റിമസി. അപ്പോൾ അതുപോലും കിട്ടാതാവുമ്പോഴേക്കും വേറൊരു സ്ഥലത്തേക്ക് പോകാനോ അല്ലെങ്കിൽ വേറൊരിടത്തു നിന്ന് അത് സീക്ക് ചെയ്യാനോ ഉള്ള ഇതും കാണില്ല. ചിലപ്പോൾ അത് സ്പിരിച്വൽ റിലീജിയസ് റീസൺസ് കൊണ്ടായിരിക്കാം, മോറൽ എത്തിക്സ് എന്തെങ്കിലും ആയിക്കോട്ടെ. അപ്പോൾ ഇവർ ഈ ഒറ്റയ്ക്ക് ഈ റിലേഷൻഷിപ്പിൽ കിടന്ന് സഫർ ചെയ്യാണ്. ആൻഡ് അത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ നമ്മൾ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്യും. അപ്പോൾ സിംഗിളായിട്ടിരിക്കുന്ന പോലെയല്ല റിലേഷൻഷിപ്പിലിരിക്കും. അപ്പോൾ നമ്മൾ മറ്റേ ആളുടെ അടുത്ത് നിന്ന് കുറേ കാര്യങ്ങൾ എക്സ്പെക്ട് ചെയ്യും. അത് കിട്ടാതെ ആകുമ്പോൾ അതിൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷനും റിസെൻമെൻറ്റും എന്തായാലും ഉണ്ടാവും. സോ അതിനെ അഡ്രസ്സ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പിൽ സഫർ. നമ്മൾ ഒരുമിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ ഇഷ്ടമില്ലാത്ത തരത്തിൽ ഒരു വീട്ടിൽ താമസിക്കുക എന്ന് പറയുന്നത് അത് 2 വഴിക്ക് പോകുന്നതിനേക്കാളും ഡിഫിക്കൾട്ടായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. സോ എന്താണ് ഇങ്ങനത്തെ സിറ്റുവേഷൻസിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? ഡിസ്കസ് ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ ഇത് നിൻ്റെ പ്രശ്നം കൊണ്ടാണ്, ആ ആളുടെ പ്രശ്നം കൊണ്ടാണ് എന്നൊക്കെ പറയാതെ വളരെ ക്യൂരിയസ് ആയിട്ട് ചോദിക്കുക എന്തായിരിക്കാം കാര്യം. എന്നിട്ടൊരു ഡിസ്കഷൻ നോക്കുക. ഇനി നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പറ്റുന്നില്ലെങ്കിൽ തെറപ്പിക്കൊക്കെ പോയി അവരുടെ ഒരു ന്യൂട്രലായിട്ട് ഒരു തെറപ്പിസ്റ്റിൻ്റെ ഒരു തേർഡ് പേഴ്സൻ്റെ പ്രസൻസിൽ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഇനി എന്തെങ്കിലും ടെസ്റ്റ് വേണമെങ്കിൽ അത് ചെയ്യുക. തെറപ്പി എടുക്കണം എന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ തെറപ്പി വേണമെങ്കിൽ അതെടുക്കുക. ആൻഡ് സെൽഫ് പ്ലഷർ, നമ്മളെ തന്നെ എക്സ്പ്ലോർ ചെയ്യാനുള്ള വഴികൾ അതൊക്കെ പഠിക്കുക. ആൻഡ് ഷെഡ്യൂൾ ചെയ്യേണ്ടി വരും അല്ലേ. കുറേ ബിസി ഷെഡ്യൂൾ ആയിരിക്കുമ്പോൾ ഷെഡ്യൂൾ ചെയ്യുക സെക്സ്. പിന്നെ അത് കഴിഞ്ഞിട്ട്
ടച്ച് ഉണ്ടല്ലോ, അതായത് ബേസിക് ആയിട്ടുള്ള ഒരു ഹാൻഡ് ഹോൾഡിങ്, ഒരു കിസ്സിങ്, അതുപോലും ഇങ്ങനെ അവോയ്ഡ് ചെയ്ത് പോകാതെ. കാര്യം ചില ആളുകൾക്ക് പേടിയായിരിക്കും ഇത് എൻ്റെ ചെയ്യാൻ പോകുന്നത് ഇനി മറ്റേലാണെന്ന് വിചാരിച്ച് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യും. സോ അങ്ങനെ ചെയ്യാതെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്ത് അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ലൈക്ക് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെങ്കിലും ചെയ്യുക. പിന്നെ ഇതിൻ്റെ ഷെയിം ഉണ്ടല്ലോ, ഈ സെക്സിനെ കുറിച്ച് പറയുക, ഡിസയറിനെ കുറിച്ച് പറയുക, അതിൻ്റെ ചുറ്റുപ്പെട്ട് നിൽക്കുന്ന കുറേ ഷെയിമും നാണക്കേടും, അത് അവോയ്ഡ് ചെയ്യുക ആൻഡ് സ്പീക്ക് അപ്പ് ഫോർ യുവർ സെൽഫ്. ഇതിന് ചോദിക്കുന്നത് ഒരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല. ആൻഡ് ദാറ്റ് ഈസ് സംതിങ് യു നീഡ് ഇൻ എ റിലേഷൻഷിപ്പ്. സെക്സ്ലെസ് മാരേജസ് എന്ന് പറയുമ്പോൾ ചില ആളുകൾ ഓക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ഇനി 4-5 മാസം കൂടുമ്പോൾ ചെയ്യുന്നത് 2 ആൾക്കാർക്ക് ഓക്കെ ആണെങ്കിൽ അതിനൊരു പ്രശ്നമില്ല. പക്ഷേ 2 പേരിൽ ഒരാൾക്ക് അത് ഭയങ്കര പ്രശ്നമാകുമ്പോഴാണ് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നമായി മാറുന്നത്. ആൻഡ് സെക്സ്ലെസ് മാരേജ് എന്ന് വിചാരിച്ചത് ഒരു ബ്രോക്കൺ മാരേജ് ആണെന്നൊന്നും ഇല്ല. സ്നേഹിക്കുന്ന 2 പേരാണ്, അവരുടെ പല സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാൻ പറ്റാത്തത്. സോ ആ സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുറേ വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ ഒരു ബോറടിക്കുന്നു, റുട്ടീൻ ആവുന്നു എന്ന് പറയുമ്പോൾ അത് റീകിൻഡൽ ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു സ്പാർക്ക് റീഇഗ്നൈറ്റ് ചെയ്യാൻ വേണ്ടിയൊക്കെ ഹെൽപ്പ് എടുക്കുക, ചെയ്യുക, എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് പേഷ്യൻസും കുറച്ച് സ്നേഹവും കുറച്ച് കമ്മ്യൂണിക്കേഷനും കുറച്ച് ഹെൽപ്പും ഒക്കെ കൊണ്ട് ഇതൊക്കെ ബെറ്റർ ആക്കി എടുക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. സോ നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? സെക്സ്ലെസ് മാരേജസിന് ഏറ്റവും കൂടുതൽ കാരണം എന്തായിരിക്കും എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? കമൻറ്റ് ചെയ്യുക. നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ആർക്കെങ്കിലുമോ ഈ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് റിലേറ്റബിൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ എക്സ്പീരിയൻസസ് നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഷെയർ ചെയ്യുക, അവർക്ക് ഇത് അയച്ചു കൊടുക്കുക. ആൻഡ് ഇങ്ങനത്തെ ടോപ്പിക്സ് ഇനിയും കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ, റിലേഷൻഷിപ്സ് ആയിക്കോട്ടെ, സെക്ഷൽ ഹെൽത്ത് ആയിക്കോട്ടെ, മെൻ്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, അതിനുവേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.